നമസ്കാരം. നിങ്ങൾക്ക് എല്ലാവർക്കും പാർട്ട് ടൈം ട്രേഡറിന്റെ ഒരു പുതിയ ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിഫ്റ്റി 50 ഓൾ ടൈം ഹൈയോട് ചേർന്ന് ട്രേഡ് ചെയ്യുന്നു. 26,202 എന്ന പ്രൈസിൽ ട്രേഡ് ചെയ്യുന്നു. ഓൾ ടൈം ഹൈയോട് ഏകദേശം ക്ലോസ് ആയിട്ടാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നമുക്ക് 20%-ലധികം ഇപ്പോൾ നമുക്ക് ഡിപ്പിൽ കിട്ടുന്ന 5 ETF ഉണ്ട്. 5-ലധികം ETF ഉണ്ടാവും. ബട്ട് നല്ല 5 ETF ഞാൻ ഈ വീഡിയോയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. ഇപ്പൊ ഡിപ്പിലാണ് ഇൻവെസ്റ്റ് നിങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്ന മെത്തേഡ് നിങ്ങൾ അഡോപ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ETF കുറിച്ച് നിങ്ങൾക്ക് അനലൈസ് ചെയ്ത് നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് എൻട്രി എടുക്കണോ വേണ്ടയോ എന്ന് ചിന്തിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പൊ ഈ വീഡിയോ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത്, ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല. കുറച്ച് ETF ഡിപ്പിൽ വരുന്നുണ്ട് എന്ന് മാത്രമേ കാണിച്ചു തരാൻ ഉദ്ദേശിക്കുന്നുള്ളൂ. കുറച്ച് ലെവൽസും കാണിച്ചു തരാനാണ് ഈ വീഡിയോയിൽ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മുടെ ഒന്നാമത്തെ ETF നമ്മൾ അനലൈസ് ചെയ്യാൻ പോകുന്ന ETF പേരാണ് എംഒ റിയാലിറ്റി. ഇപ്പൊ നമ്മൾ മോട്ടിലാൽ ഓസ്വാളിന്റെ റിയൽ എസ്റ്റേറ്റ് സെക്ടറിലെ കമ്പനികളെ എല്ലാം പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു ബാസ്ക്കറ്റ് ആണ് എംഒ റിയാലിറ്റി ETF. അപ്പൊ അത് ഇതിന്റെ ഓൾ ടൈം ഹൈ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്യാം. ഓൾ ടൈം ഹൈ ഞാൻ പ്ലോട്ട് ചെയ്തേക്കാം. ഈ ഒരു റീജിയൻ ആയിരുന്നു ഓൾ ടൈം ഹൈ. നമുക്ക് റെസിസ്റ്റൻസ് റീജിയൻ ആയിട്ട് റെഡ് കളറിൽ നമുക്ക് പ്ലോട്ട് ചെയ്യാം. ഈ ഒരു ലെവലിലായിരുന്നു അതിന്റെ ഓൾ ടൈം ഹൈ. 115 എന്നുള്ളതായിരുന്നു അതിന്റെ ഓൾ ടൈം ഹൈ. ഇപ്പൊ നിൽക്കുന്നത് എത്രയാണ്? 90 എന്നുള്ള പ്രൈസിലാണ്. അപ്പൊ നമുക്ക് 90-ൽ നിന്ന് ഇത് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് എത്ര ശതമാനം റിട്ടേൺ കിട്ടാൻ ചാൻസ് ഉണ്ടായിരുന്നു? നമുക്ക് 90-ൽ നിന്ന് ഓൾ ടൈം ഹൈയിലേക്ക് എത്തുന്ന സമയത്ത് 28% റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ടായിരുന്നു. അപ്പൊ നമുക്ക് ഈ ഡിപ്പിൽ തന്നെയാണ് ഇപ്പൊ നിൽക്കുന്നത്. നല്ലൊരു അവസരമായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പൊ നമുക്കിവിടെ ഈ ഒരു ട്രെൻഡ് ലൈൻ, നമുക്ക് വീക്കിലിയിൽ നമുക്ക് ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ വരയ്ക്കുവാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈന് ബ്രേക്ക് ഔട്ട് തരുന്ന സമയത്ത് ഇത് മുകളിലേക്ക് പോയി ഓൾ ടൈം ഹൈയിലേക്ക് എത്താനാണ് കൂടുതലും ചാൻസ്. ഇപ്പൊ ട്രെൻഡ് ലൈനിന് താഴെയാണ് നിൽക്കുന്നത്. നിങ്ങൾക്ക് ട്രെൻഡ് ലൈനിൽ നിങ്ങൾ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഒരു നല്ല ഒരു ഡിപ്പായിട്ട് തന്നെ കൺസിഡർ ചെയ്യാം. അപ്പം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവൽസും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സപ്പോർട്ട് ലൈൻസ് ഞാനൊന്ന് പ്ലോട്ട് ചെയ്യാം. ഈ ഒരു സോണിനോട് ചേർന്ന് തന്നെ ഇത് കണ്ടോ, ഈ ഒരു സോണിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു അതൊരു നല്ലൊരു ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവലായിരുന്നു. അപ്പൊ അതിന് താഴെ അവിടെ നിന്നും താഴോട്ട് പോരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആവറേജ് ചെയ്യാൻ വേണ്ടി ഈ ഒരു പോയിന്റ്, ഈ ഒരു ലെവല് 78-80 എന്നുള്ള സോൺ, ഇത് നല്ലൊരു സോണായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇവിടെ ഇപ്പം നല്ലൊരു ഡിപ്പുണ്ട്. ഇൻ കേസ് താഴോട്ട് പോകുന്ന ഈ ഒരു ട്രെൻഡ് ലൈനും ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ടാണ് വന്നതെങ്കിൽ നമുക്ക് ഈ ഒരു സോണിൽ വരുമ്പം വീണ്ടും നമുക്ക് ആവറേജിങ് കൺസിഡർ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അതും നല്ലൊരു പ്രൈസ് പോയിന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം. നമ്മുടെ രണ്ടാമത്തെ സ്റ്റോക്കാണ് FMCG I ETF ആണ്. FMCG I ETF ഫാസ്റ്റ് മൂവിങ് കൺസ്യൂമർ ഗുഡ്സിന്റെ ആണ് ഈ ഒരു ETF. അങ്ങനെയുള്ള കമ്പനികളെ എല്ലാം ആണ് ഈ ഒരു ETF പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പൊ ഈ ഒരു ETF ഓൾ ടൈം ഹൈ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമുക്ക് അപ്രോക്സിമേറ്റ് 70-71 എന്നുള്ള റീജിയൻ ആയിരുന്നു ഇതിന്റെ ഓൾ ടൈം ഹൈ. ഇപ്പൊ നിൽക്കുന്ന ലെവൽ എത്രയാണ്? 59 എന്നുള്ളതാണ് ഇപ്പൊ നിൽക്കുന്ന ലെവല്. ഈ ഒരു 59-ൽ നിന്ന് മുകളിലേക്ക് നമുക്ക് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അപ്രോക്സിമേറ്റ് 20% റിട്ടേൺ കിട്ടാനുള്ള ചാൻസുകൾ ഉണ്ട്. അപ്പൊ ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ലെവൽസ് നമ്മളൊന്ന് നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ ഒരു ETF നമുക്ക് ഇങ്ങനെ ഒരു കൺസോൾട്ടേഷൻ ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷന് ശേഷം ഒരുപക്ഷെ താഴോട്ട് ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ട് പോന്നേക്കാം, അതല്ല മുകളിലേക്ക് പോയേക്കാം. അപ്പോൾ ഇൻ കേസ് താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമുക്ക് നല്ല ഒരു സോണാണ് ഈ കാണുന്ന ഈ ഒരു സോൺ. ഈ ഒരു സോൺ വീണ്ടും നല്ലൊരു സോണായിട്ട് കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇവിടെ സപ്പോർട്ടുണ്ട്, ഇവിടെ ചെറിയ രീതിയിൽ റെസിസ്റ്റൻസ് എടുത്ത ഒരു സോണാണ്. ഇൻ കേസ് താഴോട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു സോണിൽ നെക്സ്റ്റ് എൻട്രിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം. അതല്ല ഇവിടുന്ന് മുകളിലേക്കാണ് പോകുന്നതെങ്കിൽ നല്ല പെട്ടെന്ന് തന്നെ ടാർഗറ്റിലേക്ക് എത്താനും സാധ്യതകൾ ഉണ്ട്.
ഇപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ലോങ് ടൈം ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇൻവെസ്റ്റ്മെന്റ്, സ്വിംഗ് ട്രേഡിംഗ്, പോർട്ട്ഫോളിയോ ഹെഡ്ജിങ് ഇങ്ങനെയുള്ള ടോപ്പിക്സിനെ കുറിച്ച് കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ ഞാൻ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അതുവഴി കുറച്ചും കൂടെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകാനുള്ള സാധ്യതകൾ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമ്മുടെ നെക്സ്റ്റ് ETF ആണ് സെക്ടോറിയൽ ETF ആണ് ITBs. IT സെക്ടറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന നിപ്പോൺ ഇന്ത്യയുടെ ഒരു ETF ആണ്. നമുക്ക് ഈ ഒരു ETF ഇപ്പം 41-ലാണ് ലാസ്റ്റ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഓൾ ടൈം ഹൈ നമുക്കൊന്ന് പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ ഓൾ ടൈം ഹൈ ആയിട്ട് നമുക്ക് എക്സാക്റ്റ് ആയിട്ട് 50 എന്നുള്ള പ്രൈസ് കാണാൻ സാധിക്കും. 50 ഇപ്പൊ നിൽക്കുന്നത് എത്രയാണ്? 41-ൽ നിന്ന് നമുക്ക് 50-ലേക്ക് ഇവിടെയും നമുക്കൊരു എത്ര ശതമാനമുണ്ട്? ഇവിടെ നമുക്കൊരു 22% ഓൾ ടൈം ഹൈയിലേക്ക് എത്തുവാണെങ്കിൽ നമുക്ക് റിട്ടേൺ ഇവിടെ ഒളിഞ്ഞു കിടക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ട്രെൻഡ് ലൈൻ വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രെൻഡ് ലൈൻ, ആ ഒരു ട്രെൻഡ് ലൈൻ പതുക്കെ ബ്രേക്ക്ഔട്ടിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ നമുക്ക് ഫാസ്റ്റ് ആയിട്ട് തന്നെ അധികം വെയിറ്റ് ചെയ്യാതെ തന്നെ ഈ ഒരു റിട്ടേൺ കിട്ടും. അതല്ല ബ്രേക്ക്ഔട്ട് തരാതെ താഴോട്ടാണ് പോരുന്നതെങ്കിൽ നമ്മൾ വീണ്ടും താഴോട്ട് പോന്നേക്കാം. സപ്പോർട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ആ ഒരു സപ്പോർട്ടിലിട്ട് നമ്മൾ വീണ്ടും ആവറേജിങ് വേണമെങ്കിൽ ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. ഈ ഒരു സോണൊക്കെ നമുക്ക് കൺസിഡർ ചെയ്യാം. അതിൻ്റെ താഴെയുള്ള സോൺസ് ഉണ്ട്, ഇവിടെ കാണാൻ സാധിക്കും. ഇത് നല്ലൊരു സോണായിരുന്നു, ഇവിടെ നല്ലൊരു സോണായിട്ട് കൺസിഡർ ചെയ്യാം. അപ്പം ഇങ്ങനെയുള്ള സോൺസിൽ നമുക്ക് ആവറേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. അപ്പം ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ETF. ഇനി നാലാമത്തെ ETF-ലേക്ക് പോകാം. നമ്മുടെ നെക്സ്റ്റ് ETF ആണ് സ്മോൾ ക്യാപ് ETF. സ്മോൾ ക്യാപ് കമ്പനികളെ ആഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ETF ആണ്. 100 മൊമെന്റം ETFകളെയാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയാണ്? അപ്രോക്സിമേറ്റ് 54-55 എന്നുള്ള ലെവലാണ്. ഇപ്പം 44-ലാണ് ലഭിക്കുന്നത്. അപ്പം ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിച്ചത് ഒരു 20% എങ്കിലും ഡിപ്പിൽ നിൽക്കുന്ന ETF-കൾ. ഇപ്പോഴും നമുക്ക് 22% റിട്ടേൺ ബാക്കിയുണ്ട് ഇതിന്റെ ഓൾ ടൈം ഹൈയിലേക്ക്. അപ്പം ഈ ഒരു ETF-ൽ നല്ലൊരു അവസരമായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പം നമുക്ക് ഇവിടെ നമുക്ക് ഒരു ചെറിയൊരു ഈ ഒരു ലെവലിന് താഴോട്ട് ഇത് പോരുവാണെങ്കിൽ തീർച്ചയായിട്ടും നെക്സ്റ്റ് ലെവൽ മനസ്സിലാക്കി വെക്കുക. ഈ ഒരു 38-39 എന്നുള്ള സോണിലേക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ ഒരു സോണിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് വീണ്ടും ആവറേജിങ്ങിനെ കുറിച്ച് ചിന്തിക്കാം. ആവറേജ് ചെയ്യുന്ന ലോജിക്ക് ഉള്ളവരാണില്ല. അപ്പോൾ ആവറേജ് ചെയ്യുന്ന സമയത്ത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഒന്ന്, മന്ത്ലിയിൽ കുറച്ച് ഗ്യാപ്പ് ഇട്ട് ആവറേജ് ചെയ്യുക. 2, ആദ്യമേ എടുത്ത അത്രയും എമൗണ്ട് തന്നെ ഇട്ട് ആവറേജ് ചെയ്യണമെന്നില്ല, ചെറിയ എമൗണ്ട് ഇട്ട് ആവറേജ് ചെയ്യുക. അപ്പം മാർക്കറ്റ് റിവേഴ്സ് ആകുന്ന സമയത്ത് നമുക്ക് റിട്ടേൺ തന്നോളും, എന്നാൽ കൂടുതൽ ലോസിലേക്ക് പോകില്ല. ഓക്കെ, ക്ലിയർ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇവിടെ ഒരു ട്രെൻഡ് ലൈനും ഡ്രോ ചെയ്തിട്ടുണ്ട്. ഇതിനും ബ്രേക്ക്ഔട്ട് തരുവാണെങ്കിൽ നല്ല കാര്യമാണ്, ഫാസ്റ്റ് ആയിട്ടുള്ള മൂവ്മെന്റ് കിട്ടും. അതല്ല താഴോട്ടാണ് പോരുന്നെങ്കിൽ, ഈ ഒരു സപ്പോർട്ടും ബ്രേക്ക് ഡൗൺ ചെയ്ത് താഴോട്ടാണ് പോരുന്നെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ആ ഒരു ലെവലിലിട്ട് വീണ്ടും എൻട്രി എടുക്കുകയോ ഒക്കെ ചെയ്യുന്നതായിരിക്കും ബെറ്റർ. അപ്പം ഇനി നമുക്ക് അടുത്ത ETF-ലേക്ക് പോകാം. അപ്പം നമ്മുടെ അഞ്ചാമത്തെ ETF. അപ്പോൾ ഒരിക്കലും അഞ്ചാമത്തെ ETF എന്ന് കൺസിഡർ ചെയ്യേണ്ട. ഞാനിതിപ്പോൾ ജസ്റ്റ് നമ്പറിങ് 1, 2, 3, 4, 5 എന്ന് പറഞ്ഞേ ഉള്ളൂ. അപ്പം ഈ ഒരു ETF-ഉം എല്ലാ ETF-കളും അതിൻ്റെതായ നല്ല കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് മനസ്സിലാക്കിയെടുക്കുക. ചിലത് ഹൈബ്രിഡ് ETF ആണ്, ചിലത് സെക്ടോറിയൽ ETF ആണ്. അപ്പം ഇത് നമുക്ക് ഇതിൻ്റെ ഓൾ ടൈം ഹൈ എത്രയാണ്? അപ്രോക്സിമേറ്റ് 60 എന്നുള്ള റീജിയൻ ആയിരുന്നു. ജസ്റ്റ് 60 എന്നുള്ള റീജിയൻ ആയിരുന്നു. ഇപ്പൊ നമുക്ക് 50-ലാണ് ലഭിക്കുന്നത്. അപ്പൊ ഈ ഒരു ETF-ൽ നമുക്ക് ഡിപ്പുണ്ട്. ഇവിടെ ഡിപ്പുണ്ട്. നമുക്ക് 20%, 20% ഓൾ ടൈം ഹൈയിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് റിട്ടേൺ കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു കാര്യം, ഇവിടെ നമുക്ക് പതുക്കെ നമുക്കൊരു ട്രെൻഡ് ലൈൻ ഡ്രോ ചെയ്യുവാണെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ
ചെറിയ രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ചെറിയ രീതിയിൽ ബ്രേക്ക് ഔട്ട് തന്നുകൊണ്ടിരിക്കുന്നു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അപ്പം ആ ഒരു ട്രെൻഡ് ലൈന് പതുക്കെ പുറത്തേട്ട് ഇറങ്ങുന്നുണ്ട്. പുറത്തേട്ട് ഇറങ്ങുന്ന ഒരു പോസിറ്റീവ് ആയിട്ടുള്ള സൈനാണ്. ചിലപ്പോൾ മേളിലേക്ക് കണ്ടിന്യൂസ് ആയിട്ട് മൂവ്മെന്റ് കിട്ടിയേക്കാം. അതല്ല ഈ ലെവല് പൊട്ടി താഴോട്ട് പോരുവാണെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ലെവലിലേക്ക് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും ഈ ഒരു ലെവൽ. അപ്പം സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ്. ബിഗിനേഴ്സിനാണേലും ഇത് ചെയ്യാൻ സാധിക്കും. നമ്മൾ ഇൻഡിവിജ്വൽ സ്റ്റോക്കിൽ പോയി ഈ ഡിപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ചെറിയ രീതിയിൽ റിസ്ക്കിയാണ്. പക്ഷേ ബട്ട് ETF-കളാണ് വരുന്നതെങ്കിൽ അതിലും റിസ്ക് ഇച്ചിരി കൂടെ കുറവാണ് വരുന്നത്. തീരെ റിസ്ക് ഇല്ലെന്നല്ല, റിസ്ക് കുറവാണ് വരുന്നത്. കാരണം ഫ്യൂച്ചറിൽ ഇത് മുകളിലേക്ക് പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ ഒരു മെത്തേഡും കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോക്കകത്ത് പറഞ്ഞ 5 ETF-കളും റെക്കമെൻഡേഷനായിട്ട് പറഞ്ഞതല്ല, ഡിപ്പിൽ വരുന്ന കുറച്ച് ETF-കൾ കാണിച്ചു തന്നേ ഉള്ളൂ. അപ്പം അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് അനുയോജ്യമായ ലെവലിൽ വരുന്ന സമയത്ത് എൻട്രി എടുക്കാം. അത് ലോങ് ടൈമിലേക്ക് വേണമെങ്കിൽ ഹോൾഡ് ചെയ്യാം, അല്ലെങ്കിൽ ഷോർട്ട് ടൈമിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓൾ ടൈം ഹൈയിലേക്ക് വരുന്ന സമയത്ത് ഹാഫ് ക്വാണ്ടിറ്റി പ്രോഫിറ്റ് ബുക്ക് ചെയ്ത് വെച്ച് ബാക്കിയുള്ള ഹാഫ് ക്വാണ്ടിറ്റി ലോങ് ടൈമിലേക്ക് ഹോൾഡ് ചെയ്യാനും സാധിക്കും. സിമ്പിൾ മെത്തേഡ്, സിമ്പിൾ ലോജിക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരിലും കൂടെ ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ വാട്സപ്പ് നമ്പർ ഞാൻ ആദ്യമേ കാണിച്ചു കൊടുത്തിട്ടുണ്ട്, വീഡിയോ ഡിസ്ക്രിപ്ഷനിലും ഉണ്ട്. അവിടെ വന്ന് കമൻറ്റ് രേഖപ്പെടുത്തുവാണെങ്കിൽ കുറച്ച് ഷോർട്ട് ടൈമിൽ എങ്ങനെയാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കും. ഇങ്ങനെയുള്ള ETF-കൾ എങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ എക്സൽ ഷീറ്റ് ഒക്കെ ഉപയോഗിച്ച് എങ്ങനെ കണ്ടെത്തുന്നത് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്ക് ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം, അതിനെ എങ്ങനെ പോർട്ട്ഫോളിയോനെ ഹെഡ്ജ് ചെയ്യാം എന്നൊക്കെ കുറച്ചും കൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. വീഡിയോ ഉപകാരപ്രദമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ബാക്കിയുള്ളവരും കൂടെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു.